ജാതിമത ഭേദമന്യേ ശബരിമല എന്ന പേരിന് ഒരു വൈകാരിക ഭാവമുണ്ട്. പലപ്പോഴും ശബരിമലയെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന വിവാദങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഗൗരവമായ ചർച്ചകൾക്കും കോടതിയുടെ അടക്കമുള്ള ഇടപെടലുകൾക്കും ഇടവെക്കുന്നതും അതുകൊണ്ടുകൂടിയാണ്. അടുത്തിടെ ശബരിമലയെ സ്വർണ്ണക്കടത്ത് വിവാദമാണ് നമ്മൾ രാഷ്ട്രീയ കേരളത്തിൽ മുഖ്യ ചർച്ചയായത്. അന്വേഷണം നടക്കുന്നു. ഒരുപക്ഷെ ഒരു സർക്കാരിൻ്റെ ഭരണമാറ്റത്തിന് പോലും ഇടവെച്ചത് ശബരിമലയാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്ന സാഹചര്യമാണ്. ഒടുവിൽ ശബരിമലയിലെ ക്രമക്കേടുകൾ പലതായി പുറത്തു വരുമ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ചില സൂചനകൾ ഈ മേൽശാന്തി നിയമനം അടക്കമുള്ള അവിടുത്തെ തന്ത്രപ്രധാനമായ ചില ചുമതലകളിലടക്കമുള്ള നിയമനങ്ങളിൽ പോലും ക്രമക്കേട് നടന്നു എന്നതാണ്. എ പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചില തുറന്നുപറച്ചിലുകളും സൂചനകളുമാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് വഴിവെച്ചത്. ഇന്ന് ന്യൂസ് 18 പുറത്തുവിടുന്നത് അതിസുപ്രധാനമായ ചില വാർത്തകളാണ്. ശബരിമലയുടെ വിശുദ്ധിക്കും പരിശുദ്ധിക്കും കാക്കാനുള്ള മുഖ്യ ബാധ്യത അവിടുത്തെ മേൽശാന്തിക്കാണ്. മണ്ഡല മകരവിളക്ക് കാലവും മാസപൂജകളും കഴിഞ്ഞ് തന്ത്രി അടക്കം മലയിറങ്ങുമ്പോഴും പുറപ്പെടാ ശാന്തിമാരായി മേൽശാന്തിമാർ സന്നിധാനത്തുണ്ടാകും. അത്രയ്ക്കും പവിത്രമായ കരങ്ങളിലേക്കാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എന്നാൽ കളങ്കിതനായ ഒരാൾ ശബരിമലയിലെ മുഖ്യ കാർമ്മികനായോ എന്ന സംശയമാണ് ഉയരുന്നത്. യോഗ്യതയില്ലാത്ത വ്യക്തി വ്യാജരേഖ ചമച്ച് ആ പരിപാവനമായ ചുമതലയിലേക്ക് വന്നു എന്ന ആരോപണമാണ് ഉയരുന്നത്. ശബരിമല മേൽശാന്തിയെ തെരഞ്ഞെടുക്കുന്നതിൽ പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്ന ആക്ഷേപത്തെ ഒന്നുകൂടി ശക്തിപ്പെടുന്ന തെളിവുകളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇത് സംബന്ധിച്ച മേൽശാന്തി നിയമനത്തിന് വ്യാജരേഖ ചമച്ചതായുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത്. നിലവിലെ മേൽശാന്തി E.T. പ്രസാദ് നമ്പൂതിരി ആ സ്ഥാനത്തിന് അയോഗ്യനാണെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ തെളിവുകൾ സഹിതം ന്യൂസ് 18 പുറത്തുവിടുന്നു. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭിമുഖത്തിന് ശേഷം നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുക്കുന്നത്. മലയാള ബ്രാഹ്മണർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ യോഗ്യത. പൂജാതി കർമ്മങ്ങളിലെ അവഗാഹവും അനുഭവ പരിചയവും മാത്രമല്ല, അയ്യപ്പനെ സേവിക്കാനെത്തുന്ന വ്യക്തി യോഗി തുല്യനായിരിക്കണമെന്ന സങ്കല്പത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ചട്ടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ദിവസേന 3 പൂജകൾ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ 10 വർഷം തുടർച്ചയായി മേൽശാന്തിയാകണമെന്നാണ് പ്രധാന മാനദണ്ഡങ്ങളിലൊന്ന്. വ്യക്തി സമർപ്പിക്കുന്ന വിവരങ്ങൾ അതേപടി അംഗീകരിക്കുകയല്ല, ഇഴകീറി പരിശോധിച്ച് പോലീസും വിജിലൻസും നൽകുന്ന ശുപാർശയിലാണ് ഒടുവിൽ നിയമനം നടക്കുന്നത്. സർക്കാർ ജോലിയിലും മറ്റും ഇല്ലാത്ത യോഗ്യത അവകാശപ്പെട്ട് നിയമനം നേടിയെടുത്തത് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ശബരിമല മേൽശാന്തി നിയമനത്തിലും ഇത്തരം തട്ടിപ്പ് നടക്കുമോ? നിലവിലെ മേൽശാന്തി E.D. പ്രസാദ് നമ്പൂതിരി ദേവസ്വം ബോർഡിന്റെ നിബന്ധന പ്രകാരമുള്ള യോഗ്യതയില്ലാതെയാണ് ശബരിമല മേൽശാന്തിയായത്. ശബരിമല മേൽശാന്തി നിയമനം പൂർണ്ണമായും ദൈവനിയോഗമെന്നാണ് വിശ്വാസം. അപേക്ഷകരിൽ നിന്നും അഭിമുഖം വഴി യോഗ്യത നേടുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് പുതിയ മേൽശാന്തിയെ നിയമിക്കുന്നത്. മാനുഷികമായ ഇടപെടലുകൾക്ക് ഇവിടെ സ്ഥാനമില്ലെന്നും അയ്യപ്പസ്വാമിയുടെ ഇഷ്ടം ഇതിൽ പ്രതിഫലിക്കുന്നുവെന്നുമാണ് ഭക്തർ വിശ്വസിക്കുന്നത്. എന്നാൽ E.D. പ്രസാദിന്റെ നിയമനത്തിൽ പല അട്ടിമറികളും നടന്നെന്നാണ് തെളിവുകൾ. E.D. പ്രസാദ് നമ്പൂതിരി മാനദണ്ഡമനുസരിച്ച് ശബരിമല മേൽശാന്തിയാകാൻ യോഗ്യനല്ല എന്നതിന്റെ രേഖകളാണിത്. 3 പൂജകളുള്ള ക്ഷേത്രങ്ങളിൽ 10 വർഷം തുടർച്ചയായി മേൽശാന്തിയാകണമെന്ന മാനദണ്ഡം കാറ്റിൽ പറത്തി. മേൽശാന്തിയാകാനുള്ള അപേക്ഷയിൽ E.D. പ്രസാദ് എഴുതി നൽകിയിരിക്കുന്നത് നോക്കുക. 15 വർഷക്കാലത്തെ വിവിധ ക്ഷേത്രങ്ങളിലെ മേൽശാന്തി പരിചയമാണ് വിവരിക്കുന്നത്. ഇതിൽ 2 കാലഘട്ടങ്ങളിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മേൽശാന്തിയായിട്ടുണ്ടെന്നാണ് E.D. പ്രസാദ് ദേവസ്വം ബോർഡിന് സമർപ്പിച്ച രേഖകളിലുള്ളത്. കൊച്ചി ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ 2 തവണ നൽകിയ അനുഭവ പരിചയ റിപ്പോർട്ടിലും ഇത് ശരിവെക്കുന്നു. E.D. പ്രസാദ് നമ്പൂതിരി മേൽശാന്തി നിയമനത്തിന് യോഗ്യനെന്ന് തോന്നാം. പക്ഷേ ഇനി ഈ രേഖ നോക്കുക. E.D. പ്രസാദ് നമ്പൂതിരി മേൽശാന്തിയായിരുന്നത് ചോറ്റാനിക്കര പ്രധാന ക്ഷേത്രത്തിലല്ല, കീഴ്ക്കാവിലാണ്. അതായത് ദിവസേന 2 പൂജകൾ മാത്രം നടക്കുന്ന ഉപദേവാലയത്തിൽ. ചോറ്റാനിക്കര ദേവസ്വം അധികൃതർ നൽകിയ വിവരാവകാശ മറുപടിയിൽ ഇത് വ്യക്തമാണ്. അതായത് 3 പൂജകളുള്ള ക്ഷേത്രത്തിൽ തുടർച്ചയായി 10 വർഷം മേൽശാന്തിയായിരിക്കണമെന്ന ശബരിമല മേൽശാന്തി നിയമനത്തിന് അപേക്ഷിക്കാനുള്ള പ്രാഥമിക യോഗ്യത അദ്ദേഹത്തിനില്ല. ചോറ്റാനിക്കരയിൽ പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണുള്ളത്. ഒന്ന് ഭഗവതി മേൽക്കാവ് ക്ഷേത്രവും 2 ഈ കാണുന്ന കീഴ്ക്കാവ് ക്ഷേത്രവും. ഈ കീഴ്ക്കാവ് ക്ഷേത്രത്തിലാണ് E.D. പ്രസാദ് നമ്പൂതിരി 2 തവണ മേൽശാന്തിയായിരുന്നിട്ടുള്ളത്. കീഴ്ക്കാവ് ക്ഷേത്രത്തിൽ ദിവസേന 2 പൂജകൾ മാത്രമാണുള്ളത്.
പ്രസാദ് നമ്പൂതിരി അപേക്ഷയിൽ എഴുതി നൽകിയിരിക്കുന്നത് ചോറ്റാനിക്കര ക്ഷേത്രമെന്ന് മാത്രമാണ്. കീഴ്ക്കാവെന്ന് ബോധപൂർവം സൂചിപ്പിച്ചിട്ടില്ല. എന്നാൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകിയ പ്രവർത്തന പരിചയ സർട്ടിഫിക്കറ്റിൽ ഇത് മേൽക്കാവായി മാറുന്നു. അതായത് ചോറ്റാനിക്കര പ്രധാന ക്ഷേത്രത്തിൽ പ്രസാദ് നമ്പൂതിരി മേൽശാന്തിയായിരുന്നുവെന്ന് ദേവസ്വം ബോർഡ് അംഗീകരിച്ചു നൽകുന്നു. ചോറ്റാനിക്കര മേൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മേൽശാന്തിയായി പ്രസാദ് സേവനം ചെയ്തെന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വ്യാജരേഖ ഉണ്ടാക്കിയെന്ന് വ്യക്തം. അദ്ദേഹം ഇവിടുത്തെ കീഴ്ശാന്തി മാത്രമായിട്ടുള്ളൂ. നമ്മുടെ ശിവൻ ശാസ്താവ് അങ്ങനെയുള്ളവിടെ മാത്രമായിട്ടുള്ളൂ. കീഴ്ക്കാവിലെ കീഴ്ക്കാവില് ശാസ്താവ് ശിവൻ, ഞാൻ പറഞ്ഞില്ല വേറെ 3 കീഴ്ശാന്തിമാർ കൂടി ഉണ്ടാവും പറഞ്ഞില്ലേ മേൽക്കാവിലെ കൂടാതെ. ഓക്കെ, അവിടെ മാത്രം അദ്ദേഹം ആയിട്ടുള്ള ആയിട്ടില്ല. അത് ഈ കീഴ്ക്കാവിൽ അത് മേൽശാന്തി എന്നാണോ അറിയപ്പെടുന്നത്, അതോ കീഴ്ശാന്തി എന്നാണോ? കീഴ്ശാന്തി. അത് കീഴ്ശാന്തി ആവോളെ. കീഴ്ക്കാവ് ശാന്തിക്കാരാണ്. ഓ, പിന്നെ അപ്പൊ പക്ഷെ മേൽക്കാവിൽ അദ്ദേഹം മറ്റേ ഇതായിട്ട് വേറെ ഒരു പോസ്റ്റ് വരുന്നിട്ടില്ല അല്ലെ? ഇല്ല. 3 നേരം പൂജയില്ലാത്ത ചോറ്റാനിക്കര കീഴ്ക്കാവ് ക്ഷേത്രത്തിൽ 2015 മുതൽ 17 വരെയും 2019 മുതൽ 20 വരെയുള്ള കാലയളവിൽ സേവനം ചെയ്തത് ശബരിമല മേൽശാന്തിയാകാനുള്ള യോഗ്യതയായി കണക്കാക്കില്ല. കീഴ്ക്കാവ് ക്ഷേത്രത്തിലെ 2016-2019 സേവന കാലയളവ് മേൽക്കാവ് മേൽശാന്തി എന്ന് തിരുത്തി എഴുതിയാണ് അപേക്ഷയ്ക്കൊപ്പം സമർപ്പിച്ചത്. ഇനി ചോറ്റാനിക്കര മേൽക്കാവിൽ മേൽശാന്തി ആകണമെങ്കിൽ പോലും 45 വയസ്സ് പൂർത്തിയാക്കണമെന്നാണ് മാനദണ്ഡം. 2015 ED പ്രസാദ് ചോറ്റാനിക്കര മേൽക്കാവിൽ മേൽശാന്തിയായെന്ന വ്യാജരേഖ ഉണ്ടാക്കിയപ്പോൾ ആ പ്രായപരിധിയെക്കുറിച്ച് അപേക്ഷകനും ഈ തിരിമറിക്ക് കൂട്ടുനിന്നവരും ഓർത്തില്ല എന്നതാണ് വസ്തുത. അതായത് 2015 ED പ്രസാദിന് 35 വയസ്സ് മാത്രമാണ് പ്രായം. ശബരിമല മേൽശാന്തി തെരഞ്ഞെടുപ്പിന് മുൻപ് പരിശോധന നടത്തിയവരും ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നവരും ഈ തിരിമറി തിരിച്ചറിയാതെ പോയതാണോ, അതോ ഉന്നത ഇടപെടൽ കാരണം കണ്ണടച്ചതാണോ? ഇതുകൊണ്ടും തീർന്നില്ല പ്രസാദിന്റെ കള്ളക്കളികൾ. 2022 മുതൽ ശബരിമല മേൽശാന്തിയാകുന്നതുവരെയും പ്രസാദ് സേവനം ചെയ്ത തൃശൂർ ആറേശ്വരം ക്ഷേത്രത്തിലെ പൂജകളെ കുറിച്ച് കൂടി അറിയണം. ആറേശ്വരം ക്ഷേത്രത്തിൽ 2 പൂജകളാണ്. രാവിലെ പൂജയും വൈകിട്ട് പൂജയാണ് ഉള്ളത്. സാധാരണ നടക്കുന്ന പൂജ മാത്രമാണുള്ളത്. ഒരു ജനകീയ അമ്പലമായതുകൊണ്ട് രാവിലെ 6 മണിക്ക് തൊട്ട് 10 മണി വരെയും വൈകിട്ട് 6 മണി തൊട്ട് 7 മണി വരെയുമാണ് പൂജ നടക്കാറുള്ളത്. നിവേദ്യം അമ്പലത്തിൽ നിവേദ്യം പൂജ നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നിവേദ്യം കൊടുത്തുകൊണ്ടിരിക്കും. അല്ലാതെ മറ്റു അമ്പലങ്ങളിൽ വലിയ അമ്പലങ്ങളുടെ മാതിരിയുള്ള നിവേദ്യ പൂജകൾ അങ്ങനെ അല്ല നമ്മുടെ അമ്പലത്തിലുള്ളത്. 2 പൂജകൾ മാത്രമുള്ള ആറേശ്വരം ക്ഷേത്രത്തിൽ പ്രസാദ് സേവനം ചെയ്തത് ശബരിമല മേൽശാന്തിയാകാനുള്ള മാനദണ്ഡം പൂർണ്ണമായും ലംഘിക്കുന്നതാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. നിയമനത്തിന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും അട്ടിമറിച്ച് മേൽശാന്തി ചുമതലയിലെത്താൻ ED പ്രസാദിന് CPMന്റെ സഹായം ഉണ്ടായോ എന്നതാണ് പ്രധാന ചോദ്യം. അതിനാരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട്? ദേവസ്വം അധികൃതരുടെ ഒത്താശ ഉണ്ടായിട്ടുണ്ടോ? പുറത്തു വരാനിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ടോം കുര്യാക്കോസ്, ന്യൂസ് 18. ശബരിമല മേൽശാന്തി നിയമനത്തിൽ യോഗ്യതയില്ലാത്തയാളെ ആ ചുമതലയിലേക്ക് എടുത്തപ്പോൾ ബോധപൂർവമോ അതല്ലെങ്കിൽ ഒരു ഒത്തുകളിയോ ഈ നടന്ന ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയാണോ? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ടോം കുര്യാക്കോസ് തന്നെയുണ്ട്. ടോം, നമ്മൾ ഒട്ടുമിക്ക, അതായത് മേൽശാന്തിയിൽ അയോഗ്യതയുള്ള ഒരു വ്യക്തി, വേണ്ടത്ര യോഗ്യതയുള്ള ഇല്ലാത്ത വ്യക്തി ഈ ചുമതലയിലേക്ക് വന്നതിൻ്റെ ഒട്ടുമിക്ക രേഖകളും നമ്മൾ സമർത്ഥിച്ചിട്ടുണ്ട്, ഈ സ്റ്റോറിയിലുണ്ട്. അതിനപ്പുറം നമുക്കൊന്നുകൂടി പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് നടന്നിരിക്കുന്ന ഈ തട്ടിപ്പ്? ഇത് ബോധപൂർവമാണോ അതല്ല ഒരു ഒത്തുകളിയൊന്നോ സംശയിക്കാവുന്ന എന്തൊക്കെ സാഹചര്യമാണ് നമുക്ക് പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാം? സജിത്ത്, ഈ ശബരിമല മേൽശാന്തി എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെയും വിശ്വാസി സമൂഹം അദ്ദേഹത്തെ, ശബരിമല മേൽശാന്തിയെ ദൈവതുല്യനായി അല്ലെങ്കിൽ ഒരു അയ്യപ്പൻ്റെ പ്രധാന സേവകനായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഏറ്റവും ശ്രേഷ്ഠമായൊരു പദവിയിലിരിക്കുന്ന വ്യക്തി. അങ്ങനെ ഒരു പദവിയിലേക്ക് ED പ്രസാദ് എത്തിയത് പല അട്ടിമറികളും തിരിമറികളും നടത്തിയെന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമായത്. അതായത് നമുക്കറിയാം, ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ വിശ്വാസികൾ ഞെട്ടിയതാണ്. കേരള സമൂഹം ഒന്നടങ്കം ഞെട്ടിയതാണ്.
പക്ഷെ അതിലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അതായത് വിശ്വാസി സമൂഹത്തെ, ശബരിമലയിലെ വിശ്വാസികളെ, അയ്യപ്പനെ ഏറെ സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന ഒരു വിശ്വാസി സമൂഹത്തെ മുഴുവൻ അവഹേളിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് ഈ മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അത് ഏറ്റവും പ്രധാനമായും ഞാൻ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിജ്ഞാപനം, അതായത് ശബരിമല, മാളികപ്പുറം ദേവസ്വങ്ങളിൽ മേൽശാന്തിമാരുടെ നിയമനം സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇറക്കിയ വിജ്ഞാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന് വായിക്കാം. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ശബരിമല, മാളികപ്പുറം ദേവസ്വങ്ങളിലെ മേൽശാന്തിമാരായി തെരഞ്ഞെടുക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അതായത് കഴിഞ്ഞ വർഷത്തെ വിജ്ഞാപനമാണ്. ആ വിജ്ഞാപനത്തിൽ ഈ അപേക്ഷിക്കാൻ വേണ്ടി ചില മാനദണ്ഡങ്ങളുണ്ട്. അതിൽ പറയുന്നത് അപേക്ഷകർ 35 വയസ്സിനും 58 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരും SSLCയോ തത്തുല്യ പരീക്ഷയോ പാസ്സായവരും 2 നേരം നട തുറന്നിരിക്കുന്നതും പീഠപൂജ, മൂർത്തിപൂജ, പ്രസന്ന പൂജ, നിവേദ്യം എന്നിവ ഉൾപ്പെടെ പൂർത്തീകരിക്കുന്ന തരത്തിൽ 3 പൂജകളുള്ളതും എല്ലാ ദിവസങ്ങളിലും പൊതുജനങ്ങൾക്ക് ദർശനത്തിന് അവസരം നൽകുന്നതുമായ ക്ഷേത്രത്തിലോ ആകെ 12 വർഷങ്ങളിൽ 10 വർഷത്തെ തുടർച്ചയായി മേൽശാന്തി സേവനം നടത്തിയിട്ടുള്ളവരും സൽസ്വഭാവികളും സദാചാര വിരുദ്ധ നടപടികളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവരും നല്ല ശാന്തിക്കാരെന്ന നിലയിൽ സമൂഹത്തിൽ അംഗീകാരമുള്ളവരും ക്രിമിനൽ കേസിൽ പ്രതി ചേർക്കുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തവരും അംഗവൈകല്യങ്ങളോ ഗുരുതരമായ അസുഖങ്ങളോ ഇല്ലാത്തവരും നിലവിൽ പൂർണ്ണമായി ശാന്തി ജോലി നോക്കുന്നവരും സംസ്കൃത ഭാഷയിൽ ശബരിമല, മാളികപ്പുറം ദേവസങ്കല്പങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും അറിവുള്ളവരുമായ, കേരളത്തിൽ ജനിച്ചതും കേരളീയ ആചാരപ്രകാരം പൂജ, താന്ത്രിക കർമ്മങ്ങളിൽ അഭ്യസിച്ചിട്ടുള്ളവരുമായ മലയാള ബ്രാഹ്മണരായിരിക്കണം എന്ന കൃത്യമായ വ്യവസ്ഥയുണ്ട്, മാനദണ്ഡമുണ്ട്. അതിൽ മറ്റു കാര്യങ്ങളിലൊന്നും യാതൊരു തർക്കവുമില്ല. അതായത് ED പ്രസാദ് മലയാള ബ്രാഹ്മണനാണ്, മറ്റ് മോശപ്പെട്ട സ്വഭാവങ്ങളോ ക്രിമിനൽ പശ്ചാത്തലമോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപമല്ല, കൃത്യമായ തെളിവുകൾ സഹിതം നമ്മൾ പുറത്തുവിടുന്ന വിവരം ഇതാണ്. അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ 46 വയസ്സ് കഴിഞ്ഞു, 47 വയസ്സിലാണ് അദ്ദേഹം നടക്കുന്നത്. ഈ പ്രായത്തിൻ്റെ പ്രശ്നമില്ല. പക്ഷേ ഇവിടുത്തെ മാനദണ്ഡം പൂർണ്ണമായും കാറ്റിൽ പറത്തിയിരിക്കുന്നത്, അതായത് 3 പൂജകളുള്ള ക്ഷേത്രത്തിൽ, അതായത് 2 നേരം നട തുറക്കുന്നത് 3 പൂജകളുള്ള ക്ഷേത്രത്തിൽ തുടർച്ചയായി 10 വർഷം സേവനം ചെയ്ത വ്യക്തിയായിരിക്കണം മേൽശാന്തി. ഈ അപേക്ഷകർ 10 വർഷം ഇതുപോലെ തുടർച്ചയായി സേവനം ചെയ്തവരായിരിക്കണമെന്ന വ്യവസ്ഥയുണ്ട്, നിയമമുണ്ട്. അതായത് ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളാണ്. അതായത് നമുക്കറിയാം, ഈ ഒരു ശബരിമലയിലെ പുറപ്പെടാ ശാന്തി എന്ന സങ്കല്പം പോലും ഉണ്ടായിട്ടൊരു 3 പതിറ്റാണ്ടിലധികമേ ആയിട്ടുള്ളൂ. ഓരോ കാലഘട്ടങ്ങളിലും ദേവസ്വം ബോർഡ് അതിൻ്റെതായ നിയമങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ നിയമമാണിത്, മാനദണ്ഡമാണിത്. അത് പൂർണ്ണമായും ED പ്രസാദ് ലംഘിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കൃത്യമായും വിവരാശ നിയമപ്രകാരം നമ്മൾ ആവശ്യപ്പെട്ട ചോദ്യങ്ങൾ ഇതായിരുന്നു. ശബരിമല മേൽശാന്തിയായി നിയമനത്തിന് 12 വർഷം, അതായത് 12 വർഷം വേണം, പ്രവൃത്തി പരിചയം വേണം. അതിൽ തുടർച്ചയായി 10 വർഷം വേണമെന്നുണ്ട്. 12 വർഷം തുടർച്ചയായി 3 നേരം പൂജയുള്ള ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ടുള്ള പ്രവൃത്തി പരിചയം ആവശ്യമുണ്ടോ എന്നായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, ആകെ 12 വർഷം കണക്കാക്കുമ്പോൾ 10 വർഷത്തെ തുടർച്ചയായ മേൽശാന്തി സേവന കാലയളവ് പ്രവൃത്തി പരിചയമായി നിശ്ചയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള വ്യക്തിക്ക് അവസാനത്തെ 12 വർഷം 3 നേരം പൂജയുള്ള അമ്പലത്തിലെ തുടർച്ചയായ പ്രവൃത്തി പരിചയം ആവശ്യമുണ്ടോ എന്നായിരുന്നു. അതായത് ED പ്രസാദിന് 25 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടായിരുന്നു അത്തരം ഒരു ചോദ്യം ഉന്നയിച്ചത്. അവിടെയും വ്യക്തമായി, അതായത് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായിരുന്നു, അവിടെയും 10 വർഷത്തെ തുടർച്ചയായ മേൽശാന്തി പരിചയം, അത് 25 വർഷത്തെ അല്ല, 25 വർഷത്തെ ആകെയുള്ള പ്രവൃത്തി പരിചയമല്ല, അവസാനം, അതായത് തുടർച്ചയായി 10 വർഷം 3 നേരം പൂജയുള്ള ക്ഷേത്രത്തിലാകണം. ഇനി അടുത്തത് ചോദ്യം ഇതായിരുന്നു, 25 വർഷത്തെ സർവീസിൽ ക്ഷേത്രത്തെ 12 വർഷത്തിൽ 6 വർഷക്കാലം 3 നേരം പൂജയില്ലാത്ത അമ്പലത്തിലെ മേൽശാന്തിയായിട്ടുള്ള വ്യക്തിക്ക് ശബരിമല മേൽശാന്തിയായി നിയമനത്തിന് യോഗ്യതയുണ്ടോ? അതായത് അവസാനത്തെ 6 വർഷക്കാലം, ഏകദേശം 6 വർഷക്കാലം ഈ ED പ്രസാദ് സേവനം ചെയ്തത് 3 നേരം പൂജയുള്ള ക്ഷേത്രത്തിലല്ല. അതുകൊണ്ടായിരുന്നു അത്തരം ഒരു ചോദ്യം ഉന്നയിച്ചത്. അവർ കൃത്യമായി പറയുന്നുണ്ട്, ഇല്ല. അതായത് 6 വർഷം 3 നേരം പൂജയില്ലാത്ത ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ടുള്ള വ്യക്തിക്ക് ശബരിമല മേൽശാന്തി നിയമനത്തിന് അർഹതയില്ല, യോഗ്യതയില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിവരാവകാശ രേഖയാണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു, 25 വർഷത്തെ സർവീസിൽ അവസാനത്തെ 12 വർഷത്തിൽ 2 വർഷം നേദിക്കൽ മാത്രമുള്ള അമ്പലത്തിലെ മേൽശാന്തിയായിട്ടുള്ള വ്യക്തിക്ക് ശബരിമല മേൽശാന്തിയായ നിയമനത്തിന് യോഗ്യതയുണ്ടോ? അതിനുള്ള ഉത്തരവും ഇല്ല എന്നായിരുന്നു. അടുത്തത് 25 വർഷത്തെ സർവീസിൽ വിവിധ കാലയളവിലായി
12 വർഷം 3 നേരം പൂജയുള്ള ക്ഷേത്രത്തിലെ പ്രവൃത്തി പരിചയമുള്ള വ്യക്തി പ്രസ്തുത നിയമനത്തിന് യോഗ്യനാണോ? അതായത് 25 വർഷ കാലയളവിൽ ഈ മാനദണ്ഡം മതിയോ എന്നായിരുന്നു. അതിനും ഇല്ല എന്നായിരുന്നു ദേവസ്വം ബോർഡ് നൽകിയ മറുപടി. ഇനി ഇ ഡി പ്രസാദ് ഈ ശബരിമല മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് നൽകിയ അപേക്ഷ, അദ്ദേഹത്തിൻ്റെ അപേക്ഷയ്ക്കൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ സമർപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായും ഈ ഇൻ്റർവ്യൂ ഘട്ടത്തിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് തന്നെ ദേവസ്വം വിജിലൻസ് കൃത്യമായും പരിശോധിക്കും. ഈ പരിശോധിച്ച ശേഷം ദേവസ്വം വിജിലൻസിൻ്റെ മേധാവി, അതായത് ദേവസ്വം വിജിലൻസ് ഓഫീസർ ഈശ്വരൻ നമ്പൂതിരി നൽകിയ റിപ്പോർട്ടാണിത്. ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി അറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രത്തോളം വലിയ തിരിമറി അല്ലെങ്കിൽ വ്യാജരേഖ ചമച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കൃത്യമായും അപേക്ഷൻ്റെ പൂർണ്ണമായ പേര് പ്രസാദ് ഇ ഡി, അദ്ദേഹത്തിൻ്റെ വയസ്സ് 46 വയസ്സ്, കഴിഞ്ഞ വർഷം 46 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 47 വയസ്സ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്, 47 വയസ്സ് പൂർത്തിയായി. മറ്റ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ, അതിനകത്ത് ഒരു ചോദ്യം ഇതായിരുന്നു, ചോദ്യമല്ല, അദ്ദേഹത്തിൻ്റെ ഈ ഈശ്വരൻ നമ്പൂതിരി ദേവസ്വം വിജിലൻസ് ഓഫീസർ 17ാമത്തെ ചോദ്യം, അതായത് അപേക്ഷകനെ ശബരിമല മാളികപ്പുറം മേൽശാന്തി നിയമനത്തിന് ശുപാർശ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരുന്നു എന്നായിരുന്നു ഈ പറയുന്ന വിജിലൻസ് റിപ്പോർട്ടിൽ ഉള്ള ചോദ്യത്തിന് ഉത്തരമായി ഈശ്വരൻ നമ്പൂതിരി എഴുതി വെച്ചിരിക്കുന്നത്, കൈപ്പടയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്: അപേക്ഷകൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ജീവനക്കാരനും ടിയാൻ ജോലി ചെയ്ത ക്ഷേത്രങ്ങൾ 2 നേരം നട തുറക്കുന്നതും 3 പൂജകളുള്ള ക്ഷേത്രങ്ങളും ആയത് 10 വർഷം പൂർത്തീകരിച്ചതിനാലും ടിയാനെ ശുപാർശ ചെയ്യുന്നു എന്നാണ് ഈശ്വരൻ നമ്പൂതിരി ശുപാർശ ചെയ്തിരിക്കുന്നത്, ഈശ്വരൻ നമ്പൂതിരിയുടെ റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇ ഡി പ്രസാദ് ഈ 10 വർഷം 3 നേരം പൂജകളുള്ള ക്ഷേത്രത്തിൽ സേവനം ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കണമല്ലോ. ഇത് നമ്മളല്ല പരിശോധിക്കേണ്ടത്, വിജിലൻസ് ഉദ്യോഗസ്ഥരാണ് പരിശോധിക്കേണ്ടത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പിന്നീട് മേൽശാന്തിയായി അദ്ദേഹത്തെ നിയമിച്ചു. അതിൽ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ, അതായത് ഇ ഡി പ്രസാദ് നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രേഖകൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പരിചയം സർട്ടിഫിക്കറ്റ് അല്ല, അദ്ദേഹം എഴുതിയിരിക്കുന്ന വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ 2011 മുതലുള്ള അദ്ദേഹം സേവനം ചെയ്ത ക്ഷേത്രങ്ങളുടെ പട്ടികകളുണ്ട്. 2011 മുതൽ 14 വരെയും കുമരൻചിറ ഭഗവതി ക്ഷേത്രത്തിൽ, തൃശ്ശൂരാണ്. 2014 മുതൽ 15 വരെയും തൃശ്ശൂർ ചേർപ്പിലെ പെരുമനം മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു. 2015 മുതൽ 17 വരെ ചോറ്റാനിക്കര എറണാകുളം എന്നാണ് എഴുതിയിരിക്കുന്നത്. 2015 മുതൽ 17 വരെ. ഇനി 2017 മുതൽ 2019 വരെ അദ്ദേഹം തൃശ്ശൂർ കുളശ്ശേരി ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രത്തിലായിരുന്നു. 2019 മുതൽ 20 വരെയും ചോറ്റാനിക്കര എറണാകുളം എന്ന് എഴുതിയിട്ടുണ്ട്. 2020 മുതൽ 22 വരെയും അതും തൃശ്ശൂരുള്ള ഒരു ക്ഷേത്രത്തിലാണ്. 22 മുതൽ ഉള്ള കാലയളവിൽ, അതായത് ഏറ്റവും അവസാനം അദ്ദേഹം ശബരിമല മേൽശാന്തിയായി അദ്ദേഹം സേവനം ചെയ്യുന്ന ആ കാലയളവ് വരെ അദ്ദേഹം തൃശ്ശൂരുള്ള ആറേശ്വരം ക്ഷേത്രത്തിലായിരുന്നു. നമ്മൾ ആറേശ്വരം ക്ഷേത്രത്തിൻ്റെ കാര്യവും പറഞ്ഞു. 2022 മുതൽ അദ്ദേഹം ആറേശ്വരം ക്ഷേത്രത്തിൽ സേവനം ചെയ്തു. അതായത് 4 വർഷത്തോളം 4 വർഷത്തോളം ഏകദേശം സേവനം ചെയ്തു. ആറേശ്വരം ക്ഷേത്രത്തിൽ 2 നേരം മാത്രമാണ് പൂജയുള്ളതെന്ന് ആ ക്ഷേത്രത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ തന്നെ ന്യൂസ് 18നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആ റിപ്പോർട്ടിൽ കാണിച്ചിരുന്നു. ഇനി ഇവിടെ എവിടെയാണ് ഈ വ്യാജരേഖ ചമച്ചത്, തിരിമറി നടന്നതെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, നമ്മുടെ റിപ്പോർട്ടിൽ നേരത്തെ സൂചിപ്പിച്ചു, ചോറ്റാനിക്കരയുടെ കീഴിൽ 2 ക്ഷേത്രങ്ങളുണ്ട്. ചോറ്റാനിക്കര മേൽക്കാവും ചോറ്റാനിക്കര കീഴ്ക്കാവും. ഈ ചോറ്റാനിക്കര മേൽക്കാവിൽ കൃത്യമായും 3 പൂജയിലധികമുള്ള ക്ഷേത്രമാണ് മേൽക്കാവ്. കീഴ്ക്കാവിൽ 3 ക്ഷേത്രമാണുള്ളത്. ഒന്ന് കീഴ്ക്കാവ് ക്ഷേത്രം, ഒന്ന് ശിവന്റെ ക്ഷേത്രം, മൂന്നാമത്തത് ശാസ്താവിൻ്റെ ക്ഷേത്രം. ഇതിൽ മറ്റൊരു കാര്യം കൂടി, അതായത് ഇതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത് MR മിനിയാണ്. 2 പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒന്ന് തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ്, അതായത് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തിരുവഞ്ചിക്കുളം ഗ്രൂപ്പിൻ്റെ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി നൽകിയ ഒരു പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും, രണ്ടാമത്തേത് ഇത് മറ്റൊരു 2 തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് തന്നെ 2 എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അതിലിങ്ങനെ എഴുതി ചേർത്തിരിക്കുന്നു: ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച നിബന്ധനകളിലെ ഖണ്ഡിക
4 പ്രകാരമുള്ള പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 2010 മുതൽ 11 വരെയും ചോറ്റാനിക്കര കീഴ്ക്കാവെന്നും 2010 മുതൽ 15 വരെയും കീഴ്ക്കാവെന്നും 2015 മുതൽ 17 വരെയും ചോറ്റാനിക്കര മേൽക്കാവ്, ഇനി 2019 മുതൽ 20 വരെയും ചോറ്റാനിക്കര മേൽക്കാവ്. ഇതാണ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുടെ പ്രവൃത്തി പരിചയ നൽകിയിരിക്കുന്ന പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്. ഈ ചോറ്റാനിക്കര മേൽക്കാവിൽ അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ടോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ED പ്രസാദ് നൽകിയ മറ്റൊരു വിവരം, ED പ്രസാദ് അല്ല, നമുക്ക് ചോറ്റാനിക്കര വിവരാശ നിയമപ്രകാരം കൊച്ചിൻ ദേവസ്വം ബോർഡിനോട് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഈ ചോദ്യത്തിനൊപ്പം കീഴ്ക്കാവിലെ മേൽശാന്തിമാരുടെ പട്ടിക ആവശ്യപ്പെട്ടിരുന്നു. അതായത് മലയാള മാസം 1192, അതായത് 2016-17 കാലയളവിലും 1195 മലയാള മാസം, അതായത് 2019-20 കാലയളവിലും ED പ്രസാദ് സേവനം ചെയ്തത് ചോറ്റാനിക്കര കീഴ്ക്കാവിലാണെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് വിവരാവകാശ നിയമപ്രകാരം നൽകിയിരിക്കുന്ന രേഖയാണിത്. അതേ കാലയളവിൽ തന്നെയാണ് ഈ ED പ്രസാദിൻ്റെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിൽ കീഴ്ക്കാവിന് പകരം മേൽക്കാവെന്ന് എഴുതി ചേർത്തിരിക്കുന്നത്. ഇനി കീഴ്ക്കാവിൽ അദ്ദേഹം സേവനം ചെയ്ത എന്താണ് പ്രശ്നം? കീഴ്ക്കാവും വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രം തന്നെയാണ്. അതിനകത്ത് എന്താണ് ഇത്ര തിരിമറി നടക്കുന്നത്? അദ്ദേഹത്തിന് നിയമപരമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമായും നമുക്ക് ആർക്കും തോന്നാം. അവിടെയും നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിനോട്. അതായത് ഈ ക്ഷേത്രങ്ങളിൽ ചോറ്റാനിക്കര കീഴ്ക്കാവ്, ശാസ്താവിൻ്റെ അമ്പലം, ശിവന്റെ അമ്പലം എന്നിവിടങ്ങളിലെ പൂജാ കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നതിന് ഈ ക്ഷേത്രങ്ങളിൽ എത്ര നേരം പൂജകളുണ്ട്, തളിച്ച് നേദ്യമായിട്ടാണോ പൂജയായിട്ടാണോ അവിടെ ചടങ്ങുകൾ നടക്കുന്നത് എന്നായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകിയ വിവരം ഇതാണ്. ഈ സംഗതി സംബന്ധിച്ച് മേൽശാന്തിമാരോട് ചോദിച്ചറിഞ്ഞത് പ്രകാരം കീഴ്ക്കാവ് ക്ഷേത്രത്തിൽ കാലത്തും വൈകിട്ടും നിവേദ്യം മാത്രവും, അതായത് കീഴ്ക്കാവിലും കാലത്തും വൈകിട്ടും നിവേദ്യം മാത്രവും, പൂജയില്ല നിവേദ്യം മാത്രവും, ശാസ്താവ് ക്ഷേത്രത്തിൽ കാലത്തും വൈകിട്ടും ഓരോ പൂജ വീതവും, ഓരോ പൂജ കാലത്തും വൈകിട്ടും, ശിവക്ഷേത്രത്തിൽ കാലത്ത് 2 പൂജ ധാരയോട് കൂടിയും വൈകിട്ട് 1 പൂജയുമാണ് ചെയ്യുന്നതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളതാകുന്നു. അതായത് വളരെ വ്യക്തമാണ്, ശബരിമല മേൽശാന്തിയാകണമെങ്കിൽ 3 പൂജകളുള്ള ക്ഷേത്രത്തിൽ സേവനം ചെയ്യണമെന്നിരിക്കെ കീഴ്ക്കാവിൽ 3 പൂജയില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി, ഈ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തി നിയമനം സംബന്ധിച്ച്, ചോറ്റാനിക്കര വളരെ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഗുരുവായൂർ, ആറ്റുകാൽ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മേൽശാന്തി നിയമനവും വളരെ മാനദണ്ഡങ്ങൾ കൃത്യമായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. അവിടുത്തെ ഈ വർഷത്തെ 2026 ജൂൺ മാസത്തിൽ ഇറക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ വിജ്ഞാപനമാണ്. ആ വിജ്ഞാപനത്തിൽ കൃത്യമായും ഇതിൻ്റെ മാനദണ്ഡം പറയുന്നുണ്ട്. അതായത് മേൽക്കാവിലെ ചോറ്റാനിക്കര മേൽക്കാവിലെ മേൽശാന്തി തസ്തികയിലുള്ള അപേക്ഷകർ 45 വയസ്സ് തികഞ്ഞവരും കൊച്ചിൻ ദേവസ്വം ബോർഡിൽ 15 വർഷം സർവീസ് പൂർത്തിയായവരുമാകണമെന്ന്. അതായത് 2015 ED പ്രസാദ് ചോറ്റാനിക്കര മേൽക്കാവിൽ എങ്ങനെ മേൽശാന്തിയായെന്നൊരു ചോദ്യമുണ്ടല്ലോ. അന്ന് 45 വയസ്സ് കൃത്യമായി എഴുതിയിട്ടുണ്ട്. 45 വയസ്സ് 2015 ED പ്രസാദിന് 35 വയസ്സ് മാത്രമാണ് പ്രായം. അങ്ങനെ ഒരാൾക്ക് എങ്ങനെ മേൽക്കാവിൽ സേവനം ചെയ്യാൻ കഴിയും? അതാണ് നമ്മൾ ഉന്നയിച്ച ഈ പറയുന്ന തിരിമറി നടത്തിയവർ ശ്രദ്ധിക്കാതെ പോയതും, ഈ അന്വേഷണം നടത്തിയ വിജിലൻസ് ശ്രദ്ധിക്കാതെ പോയതാണോ, കണ്ണടച്ചത് കളഞ്ഞതാണോ, ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം, ആരുടെയെങ്കിലും ഇടപെടൽ കാരണം കണ്ണടച്ചതാണോ എന്നതാണ് അറിയേണ്ടത്. ശരി, ടോം ഒന്ന് തുടരുക. രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ ഈശ്വർ, താങ്കൾ ഈ വാർത്ത ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. നമുക്കറിയാം, ശബരിമല മേൽശാന്തി അപേക്ഷകർ ഓരോ വർഷവും നിരവധിയാണ്. കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് കൃത്യമായ പരിശോധനകൾ നടത്തി അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം താങ്കൾക്കറിയാം. ഞങ്ങളെക്കാൾ ഏറ്റവും സുപരിചിതമായി അറിയാവുന്ന വ്യക്തി കൂടിയാണ് താങ്കൾ. പ്രത്യേക ഇൻ്റർവ്യൂ ബോർഡ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ആളുകളോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ആളുകളോ മാത്രമല്ല, അതിന് ആ മേഖലയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രശ്നം? ഇത് ബോധപൂർവമായി നടന്നതാണോ അതല്ലെങ്കിൽ വിട്ടുപോയതാണോ? താങ്കൾ എങ്ങനെയാണ് സംശയിക്കുന്നത്? ഞാൻ താങ്കളുടെ ആ റിപ്പോർട്ട് കേൾക്കുകയായിരുന്നു. അതായത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത്രയും വിശദമായ റിപ്പോർട്ട് കൊണ്ടുവന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്.
ദേവസ്വം ബോർഡ്, ദേവസ്വം മന്ത്രി ഇത് ശ്രദ്ധിക്കണമെന്നും ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. അതായത് ശബരിമല ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അവിടുത്തെ മേൽശാന്തിയാണ് കൂടുതൽ പൂജാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത്. ശൈവ ആഗമങ്ങളിലുള്ള പ്രാഗൽഭ്യവും ഇത്രയും 10 വർഷത്തെ എക്സ്പീരിയൻസും ഇത്തരം കാര്യങ്ങൾ ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് വ്യാജരേഖ എന്ന വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, എങ്ങനെയാണ് ഈ മിസ്മാച്ച് വന്നത്, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വന്നതെന്ന് അറിയാൻ ഭക്തർക്കൊരു റൈറ്റ് ഉണ്ട്. മാത്രമല്ല അതിന്റെ ഒരു പശ്ചാത്തലം, ഇതിന് മുമ്പിരുന്ന ബോർഡ് പല ആൾക്കാരും സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പത്മകുമാർ സാറിന്റേതാണ് എന്ന് പറയപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ എല്ലാ കാലത്തും ആൾക്കാർക്ക് ലെറ്റേഴ്സ് ഒക്കെ പലരും കൊടുക്കാറുണ്ട്, അതിന് തെറ്റൊന്നുമില്ല. അത് പലപ്പോഴും വരാറുണ്ട്, മിക്കവാറും അവഗണിക്കാറുണ്ട്, കഴിവുള്ളവരാണെങ്കിൽ എടുക്കാറുണ്ട്. പക്ഷേ വർഷങ്ങളുടെ മിസ്മാച്ച് അല്ലെങ്കിൽ രേഖകളുടെ ക്ലാരിറ്റി കുറവ്, ഇത്തരം കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. കാര്യം അവിടെ ഇരിക്കുന്ന ആള് അവിടെ അയ്യപ്പനെ പ്രതിനിധാനം ചെയ്യാൻ കൂടി ഇരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ക്ലാരിറ്റിയോടെ എത്രയാണെന്ന് കൃത്യമായി എത്ര വർഷങ്ങളുടെയും അല്ലെങ്കിൽ പൂജാനുഷ്ഠാനങ്ങളിൽ അദ്ദേഹത്തിനുള്ള പ്രാവീണ്യവും ശൈവാഗങ്ങളിലുള്ള പ്രാവീണ്യവും തന്ത്ര കാര്യങ്ങളിലുള്ള പരിജ്ഞാനവും ഇതെല്ലാം വളരെ അറിയേണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ശ്രദ്ധേയമായ റിപ്പോർട്ടാണ്. അതിനെക്കുറിച്ച് കുറെ കൂടെ ക്ലാരിറ്റി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒക്കെ, ദേവസ്വം മന്ത്രി നല്ലൊരു ഭക്തനാണെന്ന് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ നല്ലതായിരുന്നു. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇതിലൊരു വിശ്വാസ വിഷയമാണ്. രണ്ട്, നിലവിലുള്ള ഒരു മാനദണ്ഡം മറികടന്നെങ്കിൽ അതിൽ നിയമപരമായ പ്രശ്നങ്ങൾ കൂടി കടന്നു വരുന്നുണ്ട്. വിശ്വാസ വിഷയം തൽക്കാലം നമുക്ക് മാറ്റി നിർത്താം. അദ്ദേഹത്തിന് വേണ്ടത്ര പരിചയമുണ്ടെന്നും അവഗാഹമുണ്ടെന്നും അയ്യപ്പൻ്റെ തികഞ്ഞ ഭക്തനാണെന്നും നമുക്ക് അങ്ങനെ തന്നെ കരുതാം. പക്ഷേ ദേവസ്വം ബോർഡ് ഒരു നമുക്കറിയാം, ഒരു ഗവൺമെൻറ് നിയന്ത്രിത സംവിധാനമാണ്. സ്വാഭാവികമായി അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമാണ്, ഓഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഒരു നിബന്ധന മുന്നോട്ട് വയ്ക്കുകയാണ്. ആ നിബന്ധന 1, 2, 3, 4 അങ്ങനെ പലതുമുണ്ട്. അതെല്ലാം പാലിക്കപ്പെടുന്ന വ്യക്തിയാണ് അപേക്ഷിക്കേണ്ടത്. അങ്ങനെയുള്ളവരാണോ അപേക്ഷിച്ചതെന്ന് പരിശോധിക്കാൻ സംവിധാനമുണ്ട്. അങ്ങനെ പിന്നീട് അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഇൻ്റർവ്യൂ നടക്കുന്നു. ഇൻ്റർവ്യൂവിന് എല്ലാം ഒടുവിലാണ് ഭാഗ്യപരീക്ഷണം നടത്തി അദ്ദേഹത്തെ നറുക്കെടുത്ത് മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെടുക. ഇങ്ങനെ പല ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ശബരിമല മേൽശാന്തി ആവാൻ, അത് സമൂഹത്തിൽ അതിന് കിട്ടുന്ന പരിഗണന കൊണ്ടുകൂടിയാവാം, അതാവാൻ ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട്, ഈ മേഖലയിലുള്ള നിരവധി ആളുകളുണ്ട്. അപ്പോൾ ആ പൊസിഷനിലേക്ക് ഒരാൾ അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ അത് പരിശോധിക്കേണ്ടത് എങ്ങനെ എന്നതും സംബന്ധിച്ച കൃത്യമായ ചട്ടവട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിജിലൻസ് പരിശോധനയുണ്ട്, പോലീസ് പരിശോധനയുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ മറ്റ് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം മറികടന്നുകൊണ്ട് എങ്ങനെ ഈ ഒരു പിഴവുണ്ടായി എന്ന സംശയമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് സംഭവിച്ചത് ഈ പരിശോധനാ സംവിധാനങ്ങളുടെ പിഴവാണോ, അങ്ങനെയാണോ സംശയിക്കാൻ? അങ്ങനെ സംശയിക്കേണ്ടി വരും. കാര്യം അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജിലൻസ്, പോലീസ് തുടങ്ങിയ പല കാര്യങ്ങളിലും ഒരു ഫിൽറ്ററിംഗ് പ്രോസസ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് മാത്രമേ വരികയുള്ളൂ. അങ്ങനെ ഓർമ്മ കാണും, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കാൻ പോകുന്ന ആളുടെ പേരിൽ ഒരു കേസുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ വളരെ വിമർശനവും മറ്റും വന്നിരുന്നു. പിന്നീട് അതങ്ങ് മാറിപ്പോയി, അങ്ങനെ അല്ല എന്നൊക്കെ ഒരു ധാരണ വന്നു. ഇത് ഹൈക്കോടതിയുടെ അടക്കം ശ്രദ്ധയും മേൽനോട്ടവും വരേണ്ടതാണ്. ഇത്രയും വിവാദങ്ങളുടെയും മറ്റും പശ്ചാത്തലത്തിൽ നമുക്കെല്ലാം അറിയാം, സ്വർണ്ണക്കൊള്ളയടക്കം യുവതി പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളുടെ വിവാദത്തിന് ശേഷം ഇങ്ങനൊരു ജാഗ്രത കുറവോ ശ്രദ്ധക്കുറവോ വന്നെങ്കിൽ അത് വളരെ വിഷമകരമാണ്. അവിടെയാണ് ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ ഇതിന്റെ ഭാഗത്തു നിന്ന് വരണം. മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു വിഷയമായിട്ട് അത് ഏറ്റെടുക്കുമ്പോൾ കുറെ കൂടെ ക്ലാരിറ്റി ഈ വിഷയത്തിൽ വരണം. എങ്ങനെയാണ് അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചെങ്കിൽ സംഭവിച്ചു എന്ന് അറിയാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. മാത്രമല്ല കോടതികളിലൊക്കെ സ്ഥിരം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇനി മറ്റൊരു പ്രസക്തമായ വിഷയം, കഴിഞ്ഞ വർഷങ്ങളിലാണ് മലയാള ബ്രാഹ്മണനല്ലാത്ത വ്യക്തികളെ അടക്കം എടുക്കണം തുടങ്ങിയ സമീപനങ്ങളൊക്കെ ചില സംഘടനകൾ പ്രസക്തമായി തന്നെ വിശാല ഹിന്ദു ഐക്യത്തിന്റെ പേരിൽ ഉയർത്തിയിരുന്നു. അപ്പൊ അതടക്കം ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അപ്പോ പറഞ്ഞത് ഇതൊരു ഡിനോമിനേഷണൽ റൈറ്റ് ആണ്, വളരെ സാക്രോസാങ്ക്ട് ആണ് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പൊ ഇത് പാലിച്ചില്ലെങ്കിൽ അത് ദേവസ്വം ബോർഡിന് മേൽക്കുന്ന ഒരു തിരിച്ചടിയാണ്. എങ്ങനെ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന് ഈ രീതിയിലൊരു കാര്യം വന്നു എന്ന് അറിയാൻ അത് വളരെ പ്രസക്തമാണ്. എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡിന്റെ റെസ്പോൺസ് എന്തെങ്കിലും ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇതിൽ ദേവസ്വം ബോർഡിന്റെ റെസ്പോൺസോ അല്ലെങ്കിൽ മന്ത്രിയുടെയോ അവരുടെയൊക്കെ ഒരു നിലപാട് ഇതിലെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കുറെ കൂടി ഒരു ക്ലാരിറ്റി ഈ വിഷയത്തിൽ കിട്ടുകയുള്ളൂ. എന്തെങ്കിലും പ്രൊസീജിയറുകൾ മാത്രമാണോ, അല്ല കുറെ കൂടെ സീരിയസ് ആയ ലാപ്സുകൾ ഇതിൽ വന്നിട്ടുണ്ടോ, വീഴ്ചകൾ വന്നിട്ടുണ്ടോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അതെ, ഇപ്പം തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് യോഗം നടക്കുകയാണ്. ഞങ്ങൾ സ്വാഭാവികമായും അവിടുന്ന് പ്രതികരണം ഉണ്ടാവുമെന്ന് കരുതാം. ഒരു കാര്യം കൂടി രാഹുൽ ഈശ്വർ, താങ്കൾക്ക് ഈ ശബരിമലയിലെ നടപടിക്രമങ്ങളും അതിലുണ്ടാവുന്ന അതിൻ്റെ ഇൻസൈഡ് വിവരങ്ങൾ പോലും കൃത്യമായി അറിയാവുന്നയാളാണ്. ആ രീതിയിൽ തന്നെ ചോദിക്കട്ടെ, ഈ മേൽശാന്തി ആവാൻ വേണ്ടി യഥാർത്ഥത്തിൽ വലിയ മത്സരം നടക്കുന്നുണ്ടോ? ഭാഗ്യപരീക്ഷണത്തിന് തങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുന്നതിനപ്പുറം തങ്ങൾക്കാവണം എന്നൊരു വലിയ മത്സരം യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കാറുണ്ടോ? അല്ല, കുറെ കൂടെ കൃത്യമായിട്ട് പറയാം. മുമ്പത്തെ വർഷങ്ങളിൽ കുറച്ച് മോശമായിരുന്നു. ഇപ്പൊ അല്ല, മുമ്പിരുന്ന വർഷങ്ങളിൽ അന്ന് എല്ലാവർക്കും അറിയുന്നത് പോലെ, ഞാനത് പറയുന്നതുകൊണ്ട് ഇനി ആർക്കും വിഷമം തോന്നരുത്, പലപ്പോഴും ദേവസ്വം ബോർഡിന്റെ സ്വാധീനങ്ങളും വലിയ രീതിയിലുള്ള
എന്താ പറയുന്ന പണത്തിന്റെ ഇൻവോൾവ്മെന്റും ഒക്കെ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അവിടെ അന്നാണ് ശ്രീ ജി സുധാകരനും എന്റെ മുത്തശ്ശൻ കൂടിയായ കണ്ടൂർ മഹേശ്വരും ഒക്കെ ശക്തമായ ഒരു തീരുമാനം എടുത്ത് ക്ലീനപ്പ് ചെയ്യണമെന്നൊരു തീരുമാനം പറഞ്ഞു. അങ്ങനെ മുത്തശ്ശൻ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഒബ്സർവർ വേണമെന്ന് പറയുകയും കൃത്യമായ ഡോക്യുമെന്റ് വേണമെന്ന് പറയുകയും ശ്രീ ജി സുധാകരൻ ഒരുപാട് കാര്യങ്ങളിൽ ആക്റ്റീവായി ഇടപെട്ട് അതിനെ കറപ്ഷൻ എലിമെന്റ് ഒക്കെ മാറ്റുകയും ചെയ്തു. പിന്നീടാണ് ജസ്റ്റിസ് കെ ടി തോമസിന്റെ ഭാഗത്തിൽ നിന്നൊരു മീഡിയേഷൻ, ആ മീഡിയേഷനിൽ ഇരിക്കാൻ എനിക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പന്തളത്തെ കുട്ടികൾ വന്ന് ഫൈനലി ആ നറുക്കെടുത്ത് സെലക്ട് ചെയ്യട്ടെ എന്നുള്ളൊരു തീരുമാനവും മറ്റും വന്നത്. അപ്പോ ഒരു കാലത്ത് ശരിയല്ലാത്ത ചില പ്രവണതകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഇനി അത് മറച്ചു വെക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷേ പിന്നീട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി വളരെ സുതാര്യമായിട്ടും ശരിയായിട്ടുമാണ് നടക്കുന്നത്. പിന്നെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ആഗ്രഹത്തിനപ്പുറം നറുക്കടക്കമുള്ള കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയോടെയാണ് ചെയ്യുന്നത്. അതിലൊന്നും യാതൊരു തെറ്റുകുറ്റങ്ങളും ഇല്ല. അതൊക്കെ വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യഘട്ടത്തിലെ ഫിൽട്ടറിംഗ് പ്രോസസ്സിൽ വന്നൊരു പ്രശ്നമായിരിക്കാം. ഈ രണ്ടാം ഘട്ടത്തിൽ വരുമ്പോൾ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന ആൾക്കാരടക്കമുള്ളവർ ഒരുപക്ഷെ വേണ്ട രീതിയിൽ അവർക്ക് ഇത്തരം മെക്കാനിസം ഇല്ലല്ലോ. തന്ത്രിയാണെങ്കിലും ബാക്കിയുള്ള എക്സ്പേർട്ട് ആണെങ്കിലും തന്ത്രകാര്യങ്ങളിൽ പ്രാഗൽഭ്യമുള്ള മറ്റൊരാളാണെങ്കിലും അങ്ങനെ കുറച്ച് ആൾക്കാർ അതിനകത്തുണ്ട്. അപ്പൊ അവർക്ക് ഇത്തരം ഫിൽട്ടറിംഗ് പ്രോസസ്സോ വിജിലൻസിന്റെയോ പോലീസിന്റെയോ ജോലികളല്ല അവർ ചെയ്യുന്നത്. അപ്പൊ ഈ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വർഷങ്ങളുടെ കാര്യത്തിൽ പ്രാവീണ്യത്തിന്റെ കാര്യത്തിൽ ആദ്യഘട്ടത്തിലെ പ്രാവീണ്യമോ അല്ലെങ്കിൽ എലിജിബിലിറ്റിയുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ ഘട്ടത്തിലാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത്. അപ്പോ കുറെ കൂടെ കൃത്യമായി ദേവസ്വം ബോർഡിന്റെ ഒരു പൊസിഷൻ വരണം. ദേവസ്വം ബോർഡിനാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി. കാര്യം ദേവസ്വം ബോർഡാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത്, ദേവസ്വം ബോർഡാണ് ഇതിന്റെ പ്രോസസ് ചെയ്യുന്നത്. അപ്പം ദേവസ്വം ബോർഡിനാണ് അതിന്റെ ഉത്തരവാദിത്വം. ദേവസ്വം ബോർഡ് ഏതെങ്കിലും രീതിയിൽ ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവർക്ക് ശരിയല്ലാത്ത കാര്യങ്ങൾ പറ്റിയിട്ടും വരും ദിവസങ്ങളിലായിരിക്കും ഒരു അഭിപ്രായ സ്വരൂപീകരണം ഉണ്ടാകുക. ശരി, രാഹുൽ ഈശ്വർ, ഒരു കാര്യം കൂടി. നമ്മൾ സൂചിപ്പിച്ച 3 ഘട്ടങ്ങളാണ് ഇത് പറയാവുന്നത്. 2 ഘട്ടങ്ങൾ. ഒന്ന് ഇൻ്റർവ്യൂ ബോർഡാണ്. അതിൽ ഏറെക്കുറെ സുതാര്യമായി ഇപ്പോൾ താന്ത്രിക വിദ്യ അറിയാവുന്ന ഈ മേഖലയിലെ പ്രഗത്ഭർ ഉൾപ്പെടുന്ന ഒരു സമിതി, തന്ത്രി അടക്കം മറ്റു മേഖലയുള്ളവരെല്ലാം ഉൾപ്പെടുന്ന ഒരു സമിതി, അവരാണ് ഇൻ്റർവ്യൂ ബോർഡുള്ളത്. അടുത്തത് ഭാഗ്യപരീക്ഷണം, നറുക്കെടുപ്പാണ്. പക്ഷേ ഇതിനു മുമ്പ് ഇവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇവരുടെ എലിജിബിലിറ്റി ടെസ്റ്റ്, ഇവർക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന പരിശോധന നടത്തുമ്പോൾ വേണമെങ്കിൽ ഒരു സ്വാധീനം, ഇടപെടൽ വേണമെങ്കിൽ നടത്താം. അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാൻ അങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ ഒരു സാധ്യതയുണ്ട്. അങ്ങനെയല്ലേ കരുതണ്ടേ? ഒരുപക്ഷെ ഇതുവരെ, അതായത് ഇതിന്റെ കൗതുകം, ഇതുവരെ അങ്ങനെ ഒരു ആരോപണം ശബരിമല മേൽശാന്തിയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടില്ല. രണ്ടാം ഘട്ടത്തിൽ, ഇന്റർവ്യൂ ഘട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും കറപ്റ്റായ ഒരു ബോർഡ് ഇരുന്നിട്ടുണ്ടാവും. അങ്ങേക്ക് ഓർമ്മ കാണും, ജസ്റ്റിസ് പരിപൂർണന്റെ ഭാഗമായിട്ടടക്കം വിമർശനം കേൾക്കേണ്ടി വന്നൊരു ബോർഡ്. ആ ബോർഡ് മാർക്ക് വരെ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന ഒരു ആരോപണം ഒന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് കണ്ടൂർ മഹേശ്വര് ഹൈക്കോടതിയിൽ ഒരു ഒബ്സർവർ വേണം, കാര്യം ഇവരിട്ട മാർക്കുകൾ ഞങ്ങൾ ടാബുലേറ്റ് ചെയ്തോളാമെന്ന് ദേവസ്വം ബോർഡിലെ ഒരംഗം പറയുകയും പിന്നീട് അർഹതയുള്ള പലർക്കും കിട്ടാതിരുന്നപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. അപ്പൊ ഈ ഘട്ടത്തിൽ അങ്ങനെ ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു. ഈ ആദ്യ ഘട്ടത്തിൽ വിജിലൻസും പോലീസും ഒക്കെ കൃത്യമായി അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ള ധാരണയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോ അങ്ങ് സൂചിപ്പിച്ച കാര്യങ്ങൾ വസ്തുതാപരമാണെങ്കിൽ ആ ഘട്ടത്തിലായിരിക്കണം. ഇതിന്റെ പ്രിലിമിനറി ഘട്ടത്തിൽ ചില ജാഗ്രത കുറവുകളോ വീഴ്ചക്കുറവുകളോ വന്നെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാര്യം ബാക്കിയുള്ള ഘട്ടം ഹൈക്കോടതിയുടെ അടക്കം ഇടപെടലോടുകൂടി ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് എന്ന കാര്യത്തിന് സത്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് ഘട്ടത്തിലായിരിക്കണം ഒരു പക്ഷേ എന്തെങ്കിലും നടന്നിട്ടുണ്ടാകാൻ സാധ്യത. ശരി, ദയവായി രാഹുൽ ഈശ്വർ ഒന്ന്